വെൽക്കം ടു ആർക്കേസ് സ്റ്റോറീസ്. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം ഭാഗം 16. എന്താ ഏട്ടാ, ആരാ വിളിച്ചത്? എന്താ പ്രശ്നം? അവന്റെ അടുത്തേക്ക് ഓടിയെത്തിയ അമ്മു ചോദിച്ചു. അമ്മു, എനിക്കറിയില്ല മോളെ, എറണാകുളത്തുനിന്നും അങ്കിളാ വിളിച്ചത്. വേദികുഷറിനും എന്തോ ആക്സിഡന്റ് പറ്റിയെന്ന്. ഞാൻ അങ്ങോട്ട് പോവുക. കാറിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുന്നതിനിടയിൽ അവൻ പറഞ്ഞു. എന്റെ ദൈവമേ, എന്താ ഏട്ടാ ഈ കേൾക്കുന്നേ? ഏട്ടൻ എന്തായാലും ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും വരുന്നു. കരഞ്ഞുകൊണ്ട് അവളും വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. നീ കരയാതിരിക്കാമോ, കുഴപ്പമൊന്നുമില്ലെന്ന് അങ്കിള് പറഞ്ഞത്. ഉള്ളിൽ കടലിരമ്പുകയാണെങ്കിലും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവൻ അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. മുകളിൽ നിന്നും രണ്ടുപേരും കൂടി താഴേക്ക് ഓടി ഇറങ്ങി വരുന്നത് വരാന്തയിലിരിക്കുകയായിരുന്ന യദുവിന്റെ അച്ഛൻ കാണുന്നുണ്ടായിരുന്നു. എന്താ കണ്ണാ പ്രശ്നം? കാറിൽ കയറിയിരുന്ന അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ അച്ഛൻ ചോദിച്ചു. അച്ഛ, വേദിക്ക് ഷെറിനും എന്തോ ആക്സിഡന്റ്, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാ, എറണാകുളത്തേക്ക്. ഈശ്വര, ഞാൻ എന്താ ഈ കേൾക്കുന്നേ? ഇവിടെ നിന്ന് കളിച്ചു ചിരിച്ചു പോയ പിള്ളേരാ. അദ്ദേഹം നെഞ്ചത്ത് കൈവച്ചു പോയി. കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്, എങ്കിലും ഞങ്ങൾ ഇപ്പോ തന്നെ അങ്ങ് പോവുകയാ. അതും പറഞ്ഞ് അവൻ വണ്ടി പുറത്തേക്കെടുത്തു. ഹോസ്പിറ്റലിലെ പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തിയ ശേഷം കാഷ്വാലിറ്റിക്ക് മുന്നിലേക്ക് അമ്മുവും യദുവും ഓടുകയായിരുന്നു. അവിടെ കാഷ്വാലിറ്റിക്ക് മുന്നിലിട്ടിരുന്ന ഒരു കസേരയിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് കുനിഞ്ഞിരിക്കുന്ന ഷെറിന്റെ പപ്പയെയും അദ്ദേഹത്തെ താങ്ങി പിടിച്ചിരിക്കുന്ന ശ്രീകുമാറിനെയും അവർ കണ്ടു. എടാ ശ്രീ, എന്താടാ പറ്റിയത്? അവരെല്ലാം എവിടെ? അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയ യദു ചോദിച്ചു. എടാ പോയടാ യദു. അവനെ കണ്ട് ചാടി എഴുന്നേറ്റ ശ്രീകുമാർ അലറി കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ഉറക്കെ കരയുന്നതിനിടയിൽ ചിതറി വീണ വാക്കുകൾ കേട്ട് യദു വല്ലാതൊന്നു നടുങ്ങി. എന്താണ് നീ പറയുന്നേ? ശ്രീകുമാറിന്റെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് യദു ചോദിച്ചു. അതേടാ, നമ്മുടെ ഷെറി, അവള് പോയടാ. ഷെറി ചേച്ചി. അത് കേട്ട് യദുവിന്റെ തൊട്ടുപുറകിൽ നിൽക്കുകയായിരുന്ന അമ്മു തളർന്ന് താഴേക്ക് ഊർന്നു വീണു. മോളെ! ശ്രീകുമാർ അവളെ താഴാതെ പെട്ടെന്ന് കയറി പിടിച്ച് ഒരു കസേരയിലേക്ക് ഇരുത്തി. യദു സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ തൊട്ടടുത്ത ഭിത്തിയിലേക്ക് ചാരി നിന്നുപോയി. അവന്റെ നിൽപ്പ് കണ്ട ശ്രീകുമാർ കരഞ്ഞുകൊണ്ട് അവനെ കുലുക്കി വിളിച്ചു. അവൻ നിർജീവമായ കണ്ണുകൾ ഉയർത്തി ശ്രീകുമാറിനെ തുറിച്ചു നോക്കി. നിറഞ്ഞ കണ്ണുകൾ അവന്റെ കവിളിൽ ചാലുകൾ തീർത്തൊഴുകിക്കൊണ്ടിരുന്നു. യദുവിന്റെ പപ്പയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടാണ് അവൻ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിയത്. അവനെ നോക്കി രണ്ട് കൈകളും നീട്ടി ഉറക്കെ കരയുന്ന ആ പാവം മനുഷ്യന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അദ്ദേഹത്തെ ഇറുകെ പുണർന്ന് അവനും ഉറക്കെ കരഞ്ഞു. എന്റെ കൊച്ചു പോയടാ മോനെ, ഇനി ഞങ്ങൾക്ക് ആരാടാ ഉള്ളത്? ഇടറിയ സ്വരത്തിൽ പദം പറഞ്ഞ് കരയുന്ന പപ്പയെ ആശ്വസിപ്പിക്കുവാനാവാതെ അവൻ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിച്ചു. പപ്പ കരയല്ലേ പപ്പ. കണ്ണുനീരിനിടയിലും അവൻ പപ്പയോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഷെറിന്റെ പപ്പയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ ശ്രീകുമാറിനെ നോക്കി. എടാ ശ്രീ, വേദിക എവിടെടാ? അവളെ മുകളിൽ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടടാ. എനിക്കൊന്നും അറിയാൻ പാടില്ലടാ. അങ്കിളും ആന്റിയും ഒക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവൻ കസേരയിലേക്ക് ഊർന്നിരുന്ന് തല കൈകളിൽ താങ്ങിക്കൊണ്ട് പറഞ്ഞു. കസേരയിൽ തളർന്നിരിക്കുകയായിരുന്ന അമ്മു അത് കേട്ടതും ഓടി വന്ന് യദുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എനിക്ക് വേദി ചേച്ചി ഇപ്പൊ കാണേണ്ട. വലതു കൈകൊണ്ട് ഷെറിന്റെ പപ്പയെയും ഇടത് കൈകൊണ്ട് അമ്മുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ യദു തളർന്നു നിന്നു. അല്പനേരം അങ്ങനെ തന്നെ ഇരുന്ന അവൻ, ഇവിടെ പക്ഷേ താൻ തളർന്നാൽ ഇവരുടെ കാര്യം നോക്കാൻ മറ്റാരും ഉണ്ടാകില്ലെന്ന തിരിച്ചറിവ് വന്നതോടെ കണ്ണുകൾ തുടച്ച് മെല്ലെ അവിടെ നിന്നും എഴുന്നേറ്റു. ശ്രീകുമാറിനോട് പപ്പയുടെ അടുത്ത് തന്നെ ഇരിക്കാൻ പറഞ്ഞ ശേഷം അവൻ ഓപ്പറേഷൻ തിയേറ്റർ അന്വേഷിച്ച് മുകളിലേക്കുള്ള പടികൾ കയറി. വേദിക ചേച്ചിയെ കാണണം എന്ന് വാശി പിടിച്ച അമ്മുവും അവന്റെ ഒപ്പം മുകളിലേക്ക് നടന്നു. മുകളിൽ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്ന അങ്കിളിനെയും ആന്റിയെയും കണ്ട യദു അവരുടെ അടുത്തേക്ക് ചെന്നു. അവനെ കണ്ട ആന്റി കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. എടാ, വേദികയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുക. ഇപ്പോ ഒന്നും പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അങ്കിൾ അടുത്തെത്തി യദുവിന്റെ തോളത്ത് പിടിച്ചുകൊണ്ട് സങ്കടത്തോടെ പറഞ്ഞു. താഴേക്ക് വീഴാതിരിക്കാൻ ചുമരിലേക്ക് ചാരിയ അവന്റെ തോളത്ത് തല ചേർത്തുകൊണ്ട് അമ്മു വിങ്ങി പൊട്ടിക്കരഞ്ഞു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയപ്പോൾ ഫോൺ ഡിസ്പ്ലേയിൽ മുത്തച്ഛന്റെ പേര് കണ്ടതും അവന്റെ മുഖത്ത് അല്പം ആശ്വാസം നിറഞ്ഞു. കോൾ അറ്റൻഡ് ചെയ്ത അവനോട് മുത്തച്ഛൻ കാര്യങ്ങൾ അന്വേഷിക്കുകയും
ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയാണ് എന്നും പറഞ്ഞു. അതിനു മുന്നേ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യങ്ങൾ എന്തായി എന്ന് ചോദിച്ചിട്ട് പറയാമെന്നും പറഞ്ഞ് മുത്തച്ഛൻ ഫോൺ കട്ട് ചെയ്തു. ഷെറിന്റെയും വേദികയുടെയും കൂടെ വർക്ക് ചെയ്തിരുന്ന ചിലർ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മറ്റു ചിലർ താഴെ ഷെറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കായി പോയിരിക്കുകയാണെന്ന് അവിടെയുള്ളവർ അവനോട് പറഞ്ഞു. കരയുന്ന അമ്മുവിനെയും ചേർത്ത് പിടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്നു. സന്ധ്യയോടുകൂടി അമ്മയും അച്ഛനും അമ്മാവനും മുത്തച്ഛനും ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേർന്നു. അമ്മയെ കണ്ട ഉടനെ അമ്മ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അമ്മ കരഞ്ഞുകൊണ്ട് അവളെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. വേദികയുടെ ഓപ്പറേഷൻ അപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശ്രീകുമാർ മുകളിലേക്ക് കയറി വന്നു. കൂടെ വേദികയുടെ അമ്മയും ഉണ്ടായിരുന്നു. അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന വേദികയുടെ അമ്മയെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് യദുവിന്റെ അമ്മ അവരെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. അമ്മ ഇങ്ങനെ വിഷമിക്കാതിരിക്കുക കേട്ടോ. വേദികയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാ ഡോക്ടർ പറഞ്ഞ്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും വേദികയുടെ ഓപ്പറേഷൻ തീർന്നിരുന്നില്ല. ഇടയ്ക്ക് താഴേക്ക് പോയിരുന്ന ശ്രീകുമാർ തിരിച്ച് കയറി വരുന്നത് കണ്ട് യദു അവനെ നോക്കി. എടാ, ഷെറിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർ അവിടെ ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പപ്പയെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. നീ വരുന്നില്ലേ? വരാതെ എങ്ങനെയാടാ? അവളെ അവസാനമായിട്ട് യാത്രയാക്കാൻ നമ്മളും കൂടെ വേണ്ടടാ. കണ്ണുകൾ തുടച്ച യദുവിന്റെ തൊണ്ടയിടറി. ഷെറിന്റെ മമ്മി എവിടെയാ മോനെ ഉള്ളത്? വേദികയുടെ അമ്മയെ താങ്ങി പിടിച്ചിരിക്കുകയായിരുന്ന യദുവിന്റെ അമ്മ ചോദിച്ചു. മമ്മി വീട്ടില. ഇതുവരെ ഷെറിന്റെ കാര്യം മമ്മിയോട് പറഞ്ഞിട്ടില്ല. ഇവിടെ നിന്നും വിളിച്ചപ്പോ മമ്മിയോട് പറയാതെയാ പപ്പ അങ്കിളിനെയും കൂട്ടി ഇങ്ങോട്ട് പോകുന്നത്. ഷെറിന്റെ അങ്കിളിന്റെ മക്കൾ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ ചെന്നിട്ട് പതുക്കെ കാര്യം മമ്മി അറിയിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. ശ്രീകുമാർ പറഞ്ഞു. യദു മുത്തച്ഛനോടും അച്ഛനോടും ഷെറിന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ആ, നീ എന്തായാലും അങ്ങോട്ട് ചെല്ല്. ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ഇല്ലേ? അവിടെ ചെന്ന് അവരുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം പോന്നാ മതി. മുത്തച്ഛൻ പറഞ്ഞത് കേട്ട് അവൻ തലകുലുക്കി. ഏട്ടാ, എനിക്ക് വരണം ഷെറി ചേച്ചിയുടെ വീട്ടിലേക്ക്. അമ്മുവും അവരോടൊപ്പം പോകാൻ തയ്യാറായി. താഴെ ഇരിക്കുകയായിരുന്ന ഷെറിന്റെ പപ്പയെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് വണ്ടിയിൽ കയറ്റിയ ശേഷം അവർ ഷെറിന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. വീടിലെ കാർപോർച്ചിലിട്ടിരുന്ന ടേബിളിന് മുകളിലെ ശവമഞ്ചത്തിൽ വെളുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ഒരു മാലാകയെ പോലെ എന്നേക്കുമായി ഉറങ്ങിക്കിടക്കുന്ന ഷെറിൻ ഹൃദയം പറിച്ചെടുക്കുന്ന വേദനയോടെ ആകെ തകർന്ന് യദു അവളെയും നോക്കി നിന്നു. അവളുടെ ചുണ്ടിൽ എപ്പോഴും കാണുന്ന ആ കുസൃതി ചിരി അപ്പോഴും ഉള്ളതുപോലെ അവന് തോന്നി. പാതിമയക്കത്തിൽ എന്ന പോലെ അവളുടെ അടുത്തിരിക്കുന്ന മമ്മി ഇടയ്ക്കിടെ അവളുടെ മുഖത്ത് തലോടുകയും വീണ്ടും കരഞ്ഞുകൊണ്ട് പുറകിൽ അവരെ താങ്ങിപ്പിടിച്ചു നിൽക്കുന്ന പപ്പയുടെ ശരീരത്തിലേക്ക് ചായുകയും ചെയ്യുന്നുണ്ട്. പപ്പ തന്റെ ദുഃഖങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ധൈര്യം സംഭരിച്ചതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഇടയ്ക്കിടെ ആ കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ കണ്ടു നിൽക്കുന്നവരുടെയും കണ്ണു നനയ്ക്കുന്നതായിരുന്നു. യദുവിനെ കെട്ടിപ്പിടിച്ച് വിങ്ങി പൊട്ടി കരയുകയായിരുന്ന അമ്മു ഇടയ്ക്ക് അവനെ മെല്ലെ ഒന്ന് തോണ്ടി. ഏട്ടാ, ഷെറി ചേച്ചിക്ക് വേണ്ടി ചേച്ചി പറഞ്ഞ ആ പാട്ട് അവസാനമായിട്ടൊന്ന് പാടണ്ടേ ഏട്ടാ? അടഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചത് കേട്ട് യദു അവളെ പകച്ചു നോക്കി. വീട്ടിൽ വെച്ച് ഷെറി ചേച്ചി നമ്മളോട് പറഞ്ഞതല്ലേ ഏട്ടാ? അന്ത്യയാത്രയിൽ അവൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആ പാട്ടിനെ ഓർത്ത് യദു തേങ്ങിപ്പോയി. എനിക്ക് വയ്യ മോളെ, അവൾ ഇങ്ങനെ കിടക്കുമ്പോ ഞാൻ ഇങ്ങനെ പാടാനാ? പാടണേ ഏട്ടാ, ആ പാട്ട് കേട്ട് വേണം ഷെറി ചേച്ചി പോവാൻ. അമ്മു അക്കാര്യം അടുത്തു നിൽക്കുകയായിരുന്ന ശ്രീകുമാറിനോടും പറഞ്ഞു. ശ്രീകുമാർ ഷെറിന്റെ അങ്കിളിനോടും പപ്പയോടും അക്കാര്യം സംസാരിച്ചു. പപ്പ പതുക്കെ നടന്ന് യദുവിന്റെ അടുത്തേക്ക് വന്ന് അവന്റെ തോളിൽ തട്ടി. യദു, അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ നീ അത് ചെയ്തു കൊടുക്കണം മോനെ. പറഞ്ഞു തീർന്നതും കരഞ്ഞുപോയ പപ്പ തിരികെ മമ്മയുടെ അടുത്ത് ചെന്നിരുന്നു. പപ്പയും കൂടി പറഞ്ഞതോടെ യദു അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിക്ക് വേണ്ടി അവൾ തന്റെ അവസാന യാത്രയിൽ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ പാട്ടുപാടി. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ, കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെ തലോടി ശമിക്കുവാ. പാടിക്കഴിഞ്ഞതും അവിടെ ഉയർന്ന കൂട്ടക്കരച്ചിലിനൊപ്പം യദുവും ഉറക്കെ കരഞ്ഞുപോയി. പിറ്റേ ദിവസം കാലത്തെയായിരുന്നു ഷെറിന്റെ പള്ളിയിലേക്കുള്ള അവസാന യാത്ര. അതിനു മുൻപ് പള്ളി വികാരി പ്രാർത്ഥനകളും അന്ത്യശുശ്രൂഷകളും കഴിഞ്ഞ്
അന്ത്യചുംബനം നൽകുന്നതിനായി പറഞ്ഞപ്പോൾ ഷെറിന്റെ പപ്പ യദുവിന്റെ അടുത്തേക്ക് വന്നു. മോനെ, നീ കൂടെ അവൾക്കൊരു അന്ത്യചുംബനം കൊടുക്കണം. എന്റെ ഒരു ആഗ്രഹമാണ്. പറഞ്ഞത് മുഴുമിപ്പിക്കാൻ സാധിക്കാതെ വാക്കുകൾ വിറപൂണ്ട് പപ്പ അവനെ നോക്കി നിന്നു. പപ്പ പറഞ്ഞതനുസരിച്ച് മറ്റുള്ളവർക്ക് ശേഷം അവനും ഷെറിന്റെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി. ഡാ പൊട്ട. ഷെറിൻ പലപ്പോഴും കളിയാക്കി വിളിക്കാറുള്ള ആ ശബ്ദം ചെവിയിൽ മെല്ലെ മുഴങ്ങിയതുപോലെ അവന് തോന്നി. പള്ളിയിലേക്കുള്ള അവളുടെ അന്ത്യയാത്രയിൽ അവൾക്ക് അകമ്പടി സേവിച്ച് ഒരു ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു. പള്ളിയിലെത്തി അവിടുത്തെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അവസാനം അവൾക്ക് അന്ത്യവിശ്രമം കൊള്ളാനായി ഒരുക്കിയിരിക്കുന്ന കുടുംബക്കല്ലറയിലേക്ക്. കുഴിയിലേക്ക് ഇറക്കും മുൻപ് ശവപ്പെട്ടി തുറന്നപ്പോൾ യദു അവളെ അവസാനമായി ഒരിക്കൽ കൂടി നോക്കി. കോട്ടേടായത് കുട്ട. ആ സമയം വീശിയ കാറ്റിൽ അവളുടെ ശബ്ദവും അലിഞ്ഞിരുന്നത് പോലെ. കുഴിയിലേക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഒരു പിടി മണ്ണ് വാരിയിടുമ്പോൾ ഷെറിന്റെ പപ്പ അവന്റെ അടുത്തെത്തി കയ്യിലിരുന്ന ഒരു പിടി മണ്ണ് അവന് കൊടുത്തിട്ട് പറഞ്ഞു, നീയും കൂടെ അവളുടെ കുഴിയിലേക്ക് ഒരു പിടി മണ്ണിട്ടേക്കൂ. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ആളുകളെല്ലാം പിരിഞ്ഞു. യദുവും ശ്രീകുമാറും അമ്മവും ഷെറിന്റെ പപ്പയും പിന്നെ അവളുടെ അങ്കിളും ആ മൺകൂനയ്ക്ക് താഴെ ഉറങ്ങുന്ന അവളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാനാവാത്ത വിധം അവിടെ തന്നെ നിന്നു. മോനെ യദു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പപ്പ പറഞ്ഞത് കേട്ട് യദു പപ്പയുടെ നേരെ നോക്കി. എന്റെ മോൾക്ക് നിന്നെ വലിയ ഇഷ്ടമായിരുന്നടാ. ഒരിക്കൽ മാത്രമേ അവൾ എന്നോടത് പറഞ്ഞിട്ടുള്ളൂ. അന്ന് എന്നെ കെട്ടിപ്പിടിച്ച് അവൾ ഒരുപാട് നേരം കരഞ്ഞു. പക്ഷെ പിന്നീട് ഒരിക്കലും അവൾ ഇതേപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും എനിക്കറിയാമായിരുന്നു അവൾക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമായിരുന്നു എന്ന്. ഇടയ്ക്കൊക്കെ ഇനി ഇതുവഴി വീട്ടിൽ വരണേ മോനെ. ആർക്കും വേണ്ടാത്ത രണ്ട് ആത്മാക്കൾ അവിടെ ജീവിച്ചിരിപ്പുണ്ടാകും. അവന്റെ തോളിൽ പിടിച്ചു നിന്നിരുന്ന പപ്പ പറഞ്ഞു കഴിഞ്ഞതും കരഞ്ഞതോടെ അവനും കരഞ്ഞുകൊണ്ട് പപ്പയെ കെട്ടിപ്പിടിച്ചു. ഹോസ്പിറ്റലിലേക്ക് തിരികെയുള്ള യാത്രയിൽ യദു പപ്പ പറഞ്ഞ കാര്യം ആലോചിക്കുകയായിരുന്നു. ഇന്നേ വരെ ഷെറിൻ ഒരിക്കൽ പോലും തന്നോട് അത്തരത്തിലൊരു ഇഷ്ടമുള്ള വിധത്തിൽ പെരുമാറിയിട്ടില്ല. മനസ്സിൽ തോന്നിയ സ്നേഹം കൂട്ടുകാരിക്ക് വേണ്ടി മാറ്റിവെച്ച് മറ്റുള്ളവരോടൊന്നും പറയാതെ കളിച്ച് ചിരിച്ച് തങ്ങളോടൊപ്പം അവൾ നടന്നിരുന്ന കാര്യം ഓർത്തപ്പോൾ അവന്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. തുടരും. ഒരു പേയിങ് ഗസ്റ്റ് പ്രണയം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക് യു. See you soon.